ഹലോ മക്കളെ, ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന PSC, RRB അതുപോലുള്ള എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടൈം ആൻഡ് വർക്ക്. ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഒരു സംശയമാണ്, നമ്മൾ ഏത് മെത്തേഡിലാണ് ഈ ഒരു ടൈം ആൻഡ് വർക്കിലെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. നമുക്ക് യൂഷ്വലി 3 മെത്തേഡുകൾ നിങ്ങളെല്ലാവരും ടൈം ആൻഡ് വർക്ക് മുന്നേ പഠിച്ചവരാണെങ്കിൽ 3 മെത്തേഡുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്ന് നമ്മൾ 1 ഡേ വർക്ക് മെത്തേഡ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ സെക്കൻഡ് മെത്തേഡാണ് LCM മെത്തേഡ്. അതേപോലെ തന്നെ തേർഡ് ഫോർമുല മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡുകളും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് 1 ഡേ വർക്ക് മെത്തേഡും അതേപോലെ തന്നെ LCM മെത്തേഡും രണ്ടും ഈക്വലി ഗുഡാണ്. പക്ഷേ ഫോർമുല മെത്തേഡ് നമ്മൾ അധികം ചൂസ് ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ പ്രോബ്ലംസും നമുക്ക് ഫോർമുല മെത്തേഡ് യൂസ് ചെയ്തിട്ട് കോമൺ ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഫോർമുല മെത്തേഡിനെ മാത്രം ജസ്റ്റ് അതായത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസിൽ മാത്രമേ നമ്മൾ അതിനെ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. എ ഒരു ജോലി ചെയ്യാൻ 15 ദിവസം എടുക്കും, ബി ഇതേ ജോലി ചെയ്യാൻ 10 ദിവസം എടുക്കും എങ്കിൽ ഇവർ ഒരുമിച്ച് ഈ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരുമിച്ച് കണ്ടിട്ടില്ലേ, ഈ സെയിം ടൈപ്പിൽ നമുക്ക് 2, 3, 4 വ്യക്തികളെ വെച്ച് അല്ലെങ്കിൽ ABCD അങ്ങനെ പല വാരിയൻസ് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ആദ്യത്തെ മെത്തേഡായിട്ടുള്ള മെത്തേഡ് 1, നമ്മുടെ 1 ഡേ വർക്ക് മെത്തേഡ് അഥവാ റെസിപ്രോക്കൽ മെത്തേഡിൽ ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ഡേ വർക്ക് മെത്തേഡിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ ക്യാൻ ഡു എ വർക്ക് ഇൻ n ഡേയ്സിൽ എ എന്ന് പറയുന്ന പേഴ്സൺ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാളുടെ 1 ഡേയ്സ് വർക്ക്, അതായത് ഒരു ദിവസം അയാൾ ചെയ്യുന്ന വർക്ക് ഈ ദിവസത്തിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും, അതായത് ഈ 1/n ആയിരിക്കും. ഈ ഒരൊറ്റ കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ 1 ഡേ വർക്ക് മെത്തേഡ് വെച്ചിട്ട് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, എ പേഴ്സൺ ക്യാൻ ഡു എ വർക്ക് ഇൻ n ഡേയ്സ്. 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് 1/n ആയിരിക്കും. അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി ചെയ്യാനായിട്ട് 2 ദിവസമാണ് എടുക്കുക എന്ന് വിചാരിക്കുക. 2 ഡേയ്സ് ആണ് നിങ്ങൾക്ക് ഒരു ജോബ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഒരു ജോബ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2 ഡേയ്സ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 1 ഡേയുടെ വർക്ക് എന്തായിരിക്കും? 1 ഡേയുടെ വർക്ക് നിങ്ങൾ അതിൻ്റെ പകുതി വർക്കല്ലേ മക്കളെ ചെയ്യുക? പകുതി എന്നതിനെ നമ്മൾ ഏത് ഒരു ഫ്രാക്ഷൻ കൊണ്ട് സൂചിപ്പിക്കുമ്പോൾ 1/2 അല്ലേ നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ 1 ഡേയ്സ് വർക്ക് 1/2 ആയിരിക്കും. അതേപോലെ നിങ്ങൾ സെക്കൻഡ് ഡേയിലും ഒരു 1/2 വർക്ക് ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ ആ ഒരു വർക്ക് പൂർത്തിയാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 1/2 ആണ് എന്ന് നിങ്ങൾക്ക് ഈ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഈ 1/2 എങ്ങനെയാണ് കിട്ടിയത്? 2 ഡേയ്സ് അല്ലായിരുന്നേ നിങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ 2 ഡേയ്സിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എടുത്തതാണ്. ആ 2 ഡേയ്സിൻ്റെ റെസിപ്രോക്കൽ നിങ്ങൾ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഈ 1/2 കിട്ടി. അപ്പോൾ നിങ്ങൾ 10 ദിവസമാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഡേ വർക്ക് എന്തായിരിക്കും? നിങ്ങളുടെ 1 ഡേ വർക്ക് 10 ഡേയ്സിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 1/10 ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് നിങ്ങളതിൽ ഓർത്ത് വയ്ക്കുക. ഒരു പേഴ്സൺ ഒരു വർക്ക് n ഡേയ്സിൽ ചെയ്യുകയാണെങ്കിൽ അയാളുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 1/n ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് നോക്കാം.
അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എ ജോലി ചെയ്യുന്നത് 15 ദിവസം, ബി ഇതേ ജോലി ചെയ്യുന്നത് 10 ദിവസം, എങ്കിൽ ഒരുമിച്ച് ഈ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ എയുടെ 1 ഡേ വർക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്ന കൺസെപ്റ്റ് വെച്ചിട്ട് എത്രയായിരിക്കും? നമ്മളതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. 1/15 എയുടെ 1 ഡേ വർക്ക് നിങ്ങൾക്ക് കിട്ടി. ഇനി ബിയുടെ 1 ഡേ വർക്ക് ഇതേപോലെ തന്നെ, ബിയുടെ 1 ഡേ വർക്ക് ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളാണ്. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 1/10. ഇനി ഇവർ ഒരുമിച്ചല്ലേ മക്കളെ ജോലി ചെയ്യുന്നത്? ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നത്? അപ്പോൾ ഇവരുടെ ഒരുമിച്ചുള്ള 1 ഡേ വർക്ക് എയുടെയും അതേപോലെ തന്നെ ബിയുടെയും ഒരുമിച്ചിട്ടുള്ള 1 ഡേ വർക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇവർ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എ 1/15 വർക്ക് ചെയ്യുന്നുണ്ട്, ബി 1/10 വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1/15 + 1/10 വർക്കാണ് അവിടെ ആ ഒരു ദിവസത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 + 3/30 അല്ലെങ്കിൽ LCM എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് 5/30 എന്ന് നിങ്ങൾക്ക് എ പ്ലസ് ബിയുടെ 1 ഡേ വർക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മളോട് പക്ഷേ ചോദിച്ചിട്ടുള്ളത് എന്താ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര ദിവസം എടുക്കുമെന്നാണ്. അപ്പം നമ്മളിവിടെ ദിവസത്തിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വർക്കും, വർക്കിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് ദിവസവും കിട്ടും. അപ്പോൾ നമ്മൾ ഈ 1 ഡേ വർക്കിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള നമുക്ക് ഡേയ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇവരുടെ ഒരുമിച്ചുള്ള ഡേയ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയിട്ടുള്ള 1 ഡേ വർക്കിൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. 30 / 5 നമ്മൾക്ക് 6 ഡേയ്സ് എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും. 6 ഡേയ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ 1 ഡേ വർക്ക് മെത്തേഡ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഫോർമുലയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഓർത്തിരിക്കാനായിട്ടില്ല. ഒരു പേഴ്സൺ ഒരു വർക്ക് n ഡേയ്സിൽ പൂർത്തിയാക്കുകയാണെങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് അതിനെ നിങ്ങൾ റെസിപ്രോക്കൽ എടുക്കുന്നതായിരിക്കും. അതായത് 1/n ആയിരിക്കും. അതേപോലെ തന്നെ ആ വർക്കിൻ്റെ റെസിപ്രോക്കൽ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ദിവസവും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മുടെ 1 ഡേ വർക്ക് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് സോൾവ് ചെയ്യാനാണ് കാണിച്ചു തന്നത്. ഇനി നമ്മൾക്ക് ഇതേ സെയിം പ്രോബ്ലം തന്നെ ഞാനിനി LCM മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതേ സെയിം പ്രോബ്ലം തന്നെയാണ്. എ 15 ദിവസമാണ് ജോലി ചെയ്യുന്നത്, ബി ഇതേ ജോലി 10 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന രണ്ടാമത്തെ നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് LCM മെത്തേഡ്. LCM മെത്തേഡ് ഇതിന് വേറൊരു പേര് കൂടെ പറയും, അതായത് എഫിഷ്യൻസി മെത്തേഡ്. എഫിഷ്യൻസി മെത്തേഡ് ഈ രണ്ട് പേരിലും നമ്മൾക്ക് ഇവരെ പറയാറുണ്ട്. എന്താണ് നമ്മൾ പറയാറ്? LCM മെത്തേഡ് അല്ലെങ്കിൽ എഫിഷ്യൻസി മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കാണും. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കാണണം. ഈ LCMനെ ഈ LCMനെ നമ്മൾ ആ ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടും. LCMനെ നമ്മൾ ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എഫിഷ്യൻസി കിട്ടും. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പേഴ്സൻ്റെ കഴിവ് അല്ലെങ്കിൽ കഴിവ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. അതായത് നമുക്കിവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന LCMനെ നമുക്ക് ടോട്ടൽ വർക്കായിട്ടും കിട്ടുന്ന എഫിഷ്യൻസീനെ അയാളുടെ 1 ഡേ വർക്കായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. അതാണ് നമ്മുടെ LCM മെത്തേഡ് അല്ലെങ്കിൽ എഫിഷ്യൻസി മെത്തേഡിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദിവസങ്ങളുടെ LCM എടുക്കുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന LCM എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ വർക്കാണ്. നമുക്ക് കിട്ടുന്ന ആ എഫിഷ്യൻസി എന്ന് പറയുന്നത് അവരുടെ കഴിവ്, അതായത് 1 ഡേ വർക്ക്. ഒരാൾക്ക് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യാൻ പറ്റും അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അയാളുടെ കഴിവ് എന്ന് പറയുക. ഒരാൾക്ക് 2 വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ആണ് അയാളുടെ കഴിവ്. ആ 2 വർക്കാണ് അയാളുടെ കഴിവ്.
ഒരാൾക്ക് 3 വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ 3 വർക്കാണ് ആളുടെ കഴിവ്. അപ്പോൾ ആർക്കാണ് കഴിവ് കൂടുതൽ? ഒരു ദിവസം 3 വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാണ് അവിടെ കഴിവ് കൂടുതൽ. അപ്പോൾ ഒരു ദിവസം 3 വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളും ഒരു ദിവസം 2 വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളും ഒരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ ആർക്കാണ് കുറവ് ദിവസത്തിൽ അത് ചെയ്യാൻ പറ്റുക? ആർക്കാണ് അത് കുറവ് ദിവസത്തിൽ ചെയ്യാൻ പറ്റുക? 3 വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കല്ലേ? 3 വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കല്ലേ? അതായത് ദിവസം എന്ന് പറയുന്നത് ഈ എഫിഷ്യൻസിയുടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും. അതായത് കൂടുതൽ കഴിവുള്ള ആൾക്ക് കുറച്ച് ദിവസം മതി വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ദിവസത്തിൻ്റെ എണ്ണം കുറയാണെങ്കിൽ അയാളുടെ എഫിഷ്യൻസി അവിടെ കൂടിയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് നേരിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ഒരു പ്രോബ്ലത്തിനെ നമ്മുടെ LCM മെത്തേഡ് യൂസ് ചെയ്ത് ഞാനിതിനെ സോൾവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ എയുടെയും ബിയുടെയും ദിവസങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ LCM ഈ 15ൻ്റെയും 10ൻ്റെയും LCM ഞാൻ കാണാണ്. 15ൻ്റെയും 10ൻ്റെയും LCM നിങ്ങൾക്കറിയാം 30 ആയിരിക്കും. 15ൻ്റെയും 10ൻ്റെയും LCM വരുന്നത് 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ LCMനെ എയുടെ ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 30/15 2 എന്നാണ് എയുടെ എഫിഷ്യൻസി കിട്ടിയത്. അതായത് എക്ക് അവിടെ 2 വർക്കാണ് ചെയ്യാൻ പറ്റുക. ഒരു ദിവസത്തിൽ എക്ക് 2 വർക്കാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബിയുടെ എഫിഷ്യൻസി കാണാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ LCMനെ ബിയുടെ ഡേയ്സ് കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. നോക്കിയ മക്കളെ, 30/10 അല്ലേ? ബിയുടെ എഫിഷ്യൻസി 3 എനിക്ക് കിട്ടിയത്. അതായത് ബിക്ക് ഒരു ദിവസം 3 വർക്കാണ് അവിടെ ചെയ്യുവാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ അവരുടെ ദിവസങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. എക്ക് 15 ദിവസം വേണം, ബിക്ക് 10 ദിവസം മതി. അപ്പോൾ ആർക്കാണ് കഴിവ് കൂടുതലായിരിക്കുക? ബിക്കല്ലേ കഴിവ് കൂടുതലായിരിക്കുക. നമുക്ക് കിട്ടിയ എഫിഷ്യൻസിയിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. ബിയുടെ എഫിഷ്യൻസി അല്ലേ കൂടുതൽ? ബിക്ക് 3 എഫിഷ്യൻസി, എക്ക് 2 എഫിഷ്യൻസി. അപ്പോൾ ഞാൻ ആ പറഞ്ഞതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എഫിഷ്യൻസി കൂടുമ്പോൾ ദിവസം കുറയും. അതായത് എഫിഷ്യൻസി കൂടുതലുള്ള ആൾക്ക് കുറച്ച് ദിവസം മതി ആ ഒരു വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ കോർ ഐഡിയ ഒന്നും അറിയണമെന്നില്ല. പക്ഷേ നമുക്ക് ആ ഒരു ഐഡിയ അറിഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്കത് മനസ്സിലാവും. അതായത് നമുക്കിപ്പോൾ ദിവസം കുറവുള്ള ആൾക്ക് എഫിഷ്യൻസി കുറവായിട്ട് കിട്ടി എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ മനസ്സിലാവും. അതായത് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കൺസെപ്റ്റുകൾ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ സ്റ്റെപ്പുകളെ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? LCM കണ്ടുപിടിക്കും. LCM കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അവരെ ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇവർ ഒരുമിച്ച് ഈ ജോലി പൂർത്തിയാക്കുവാനായിട്ട് എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുമിച്ച് ഈ ജോലി പൂർത്തിയാക്കാനായിട്ട് എത്ര ദിവസം എടുക്കും? അപ്പോൾ ഇവർ ഒരുമിച്ച് ഈ ജോലി ചെയ്യുമ്പോൾ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവരുടെ എഫിഷ്യൻസികളെ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. അതായത് എ ഒരു ദിവസം 2 വർക്ക് ചെയ്യും, ബി ഒരു ദിവസം 3 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇവർ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും മക്കളെ? 2 + 3 5 വർക്കല്ലേ അവിടെ ചെയ്യുക? 5 വർക്കല്ലേ അവിടെ ചെയ്യുക? അതെ, 5 വർക്കാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു LCM എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ വർക്കാണ്. നമ്മൾ LCM മെത്തേഡ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു LCM എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ വർക്കാണ്. അപ്പോൾ ടോട്ടലായിട്ട് ഇവിടെ 30 വർക്കാണുള്ളത്. ഇവർ 2 പേരും കൂടെ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 5 വർക്ക് ചെയ്യും. അപ്പോൾ 30/5 ചെയ്യുമ്പോൾ നമ്മൾക്ക് 6 ദിവസം എന്ന് കിട്ടിയില്ലേ? 6 days. ഇതേ 6 day തന്നെയല്ലേ നമ്മൾ ഇവിടെ ഈ പ്രോബ്ലം റെസിപ്രോക്കൽ മെത്തേഡ് യൂസ് ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പോൾ ഈ 2 മെത്തേഡുകളും യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ഏത് മെത്തേഡാണ് നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 മെത്തേഡും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 2 മെത്തേഡും ഈക്വലി ഗുഡായിട്ടുള്ള മെത്തേഡുകളാണ്. ഇതിൽ ഏത് മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. പക്ഷേ എപ്പോഴും നമ്മൾ LCM മെത്തേഡാണ് കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ
അതിൽ നമുക്ക് ഈ പറയുന്ന പോലെ സിംപ്ലിഫിക്കേഷനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം ഇവിടെ നമുക്ക് നിങ്ങൾ കണ്ടില്ലേ, ഫ്രാക്ഷൻസിലൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ചിലർക്ക് ഭൂരിഭാഗം പേർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ LCM മെത്തേഡ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള LCM മെത്തേഡ്. ഇനി നമ്മൾക്ക് ഒരു മെത്തേഡ് കൂടിയുണ്ട്, അതിനെ നമ്മൾ ഫോർമുല മെത്തേഡ് എന്നാണ് പറയുക, ഫോർമുല മെത്തേഡ്. പക്ഷേ ഈ ഫോർമുല മെത്തേഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൽ ഓരോന്നിനും നമ്മൾ ഓരോ ഫോർമുല പഠിച്ചു വെക്കേണ്ടി വരും. ഓരോ ഫോർമുല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഓർത്ത് വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ 2 പേര് വരുന്ന കേസിൽ ഒരാളുടെ ഡേ എക്സ് എന്നും ഒരാളുടെ ഡേ വൈ എന്നും എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 1/x + 1/y എന്നുള്ള രീതിയിൽ XY ഡിവൈഡഡ് ബൈ x + y. അപ്പോൾ നമ്മൾക്ക് ദിവസങ്ങൾ കൊടുക്കുമ്പോൾ 15 × 10 ഡിവൈഡഡ് ബൈ 15 + 10. അപ്പോഴും നിങ്ങൾക്ക് ഈ 150/25 ഇതേ 6 ഡേയ്സ് എന്ന് പറയുന്ന ആൻസറിലേക്ക് തന്നെ നിങ്ങൾ വരും. മനസ്സിലായോ? ഇതേ 6 ഡേയ്സ് എന്ന് പറയുന്ന ആൻസറിലേക്ക് നിങ്ങൾ വരും. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 3 പേര് വരുമ്പോൾ 1/x + 1/y + 1/z അങ്ങനെ ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. ഇനി ഈ പ്രോബ്ലം ഇതേപോലെ എപ്പോഴും ഈ ഒരുമിച്ച് എന്നുള്ള രീതിയിലല്ല ചോദിക്കുക. ഈ പ്രോബ്ലം 2 പേര് ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരാളുടെ ഒറ്റയ്ക്കുള്ള ദിവസം കാണാൻ ചോദിക്കും. അങ്ങനെ പല വെറൈറ്റിയിൽ ഈ ഒരു പ്രോബ്ലം വരാം. ഈ LCM മെത്തേഡോ അതേപോലെ തന്നെ നമ്മുടെ റെസിപ്രോക്കൽ മെത്തേഡോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ മെത്തേഡിൻ്റെ ഈ 2 മെത്തേഡുകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 മെത്തേഡുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ മെത്തേഡുകളാണ് പഠിച്ചത്? റെസിപ്രോക്കൽ മെത്തേഡ് പഠിച്ചു, അതേപോലെ തന്നെ LCM മെത്തേഡ് പഠിച്ചു, അതേപോലെ തന്നെ ഫോർമുല മെത്തേഡും പഠിച്ചു. ഇനി നമ്മൾക്ക് ഇതേ പ്രോബ്ലത്തിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി ഞാൻ പറഞ്ഞില്ലേ, അതായത് എപ്പോഴും ഒരുമിച്ച് എന്നുള്ള രീതിയിലായിരിക്കില്ല ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ സംഭവത്തിൽ തന്നെ ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിലും പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, എയും ബിയും ഒരു ജോലി ഒരുമിച്ച് 6 ദിവസത്തിൽ തീർക്കും. എയും ബിയും ഒരുമിച്ച് 6 ദിവസത്തിൽ തീർക്കുകയാണ്. ബി തനിച്ച് 10 ദിവസം എടുക്കും. ബി ഒറ്റയ്ക്കായിരുന്നു എന്ന് വെച്ചാൽ 10 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ എ ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും? കണ്ട, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഒരുമിച്ച് എന്നുള്ള രീതിയിലാണ് ആ പ്രോബ്ലം ചോദിച്ചത്. ഇപ്പോൾ നമ്മളോട് ചോദിച്ചു ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് നമുക്ക് നമ്മുടെ റെസിപ്രോക്കൽ മെത്തേഡോ LCM മെത്തേഡോ ഏത് മെത്തേഡ് വെച്ച് വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. നമ്മൾ തൽക്കാലം LCM മെത്തേഡിനെ ഫോളോ ചെയ്യാണ്. LCM മെത്തേഡിനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. LCM മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ LCM മെത്തേഡിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കാണുക. അപ്പോൾ ദേ ഇവിടെ എയും ബിയും ഒരുമിച്ച് 6 ദിവസത്തിൽ, അപ്പോൾ 6 എന്ന് പറയുന്ന ദിവസം തന്നിട്ടുണ്ട്. അതുപോലെ ബി തനിച്ച് 10 ദിവസത്തിൽ, അപ്പോൾ ദേ 10 എന്ന് പറയുന്ന ആ ഒരു ദിവസം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ LCM കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 30 എന്ന LCM വരും. 30 എന്ന LCM വരും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഫിഷ്യൻസിയാണ് കണ്ടുപിടിച്ചത് അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഫിഷ്യൻസിയാണ് കണ്ടുപിടിച്ചത്. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്? ആ LCMനെ തന്നിരിക്കുന്ന ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എയും ബിയും ഒരുമിച്ച് 6 ദിവസത്തിൽ, അപ്പോൾ എയുടെയും ബിയുടെയും ഒരുമിച്ചിട്ടുള്ള എഫിഷ്യൻസി നമുക്കിവിടെ കിട്ടണമെങ്കിൽ ഈ തന്നിരിക്കുന്ന LCMനെ നമ്മൾ അവരുടെ ആ ഡേയ്സ് ആയിട്ടുള്ള 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 30/6 നമുക്ക് 5 എന്ന് കിട്ടി. എഫിഷ്യൻസി 5 എന്ന് കിട്ടി. ഇനി നമ്മൾക്ക് ബിയുടെ ഒറ്റയ്ക്കുള്ള എഫിഷ്യൻസി കാണാം. കാരണം ബിയുടെ തനിച്ചുള്ള ദിവസം 10 ദിവസമാണ് എന്നവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിയുടെ എഫിഷ്യൻസി കാണാണ്. അപ്പോൾ നമ്മൾ LCM ആയിട്ടുള്ള 30നെ ബിയുടെ ഡേയ്സ് ആയിട്ടുള്ള 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എത്രയാണ് വരുന്നത് മക്കളെ? 30/10 3 ആണ് എഫിഷ്യൻസി വന്നത്. അപ്പോൾ A + ബിയുടെ എഫിഷ്യൻസി 5ഉം ബിയുടെ എഫിഷ്യൻസി 3ഉം കിട്ടിയാൽ നിങ്ങൾക്ക് എയുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചൂടെ? A + ബിയുടെ എഫിഷ്യൻസി 5, അതായത് എയും ബിയും കൂടി ഒരു ദിവസത്തിൽ 5 വർക്ക് ചെയ്യും. ബി ഒറ്റയ്ക്ക് ഒരു ദിവസത്തിൽ 3 വർക്കാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എ എത്ര വർക്കാണ് ചെയ്യുക? ഈ 5ൽ നിന്ന്
അതായത് എ പ്ലസ് ബിയുടെ ഈ എഫിഷ്യൻസിയിൽ നിന്ന് നമ്മൾ ബിയുടെ എഫിഷ്യൻസിനെ കുറച്ചാൽ പോരെ. 5 - 3 2 എന്ന് നമുക്ക് എയുടെ എഫിഷ്യൻസി കിട്ടും. എയുടെ എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ എയുടെ എഫിഷ്യൻസി നമുക്ക് 2 എന്ന് കിട്ടി. എയുടെ എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എയുടെ ദിവസം എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ചെയ്താൽ മതി? നിങ്ങൾ LCMനെ തന്നിരിക്കുന്ന LCM ആയിട്ടുള്ള 30നെ അതിൻ്റെ എഫിഷ്യൻസി ആയിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 30/2 നമുക്ക് 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 15 days എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ LCM മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവനെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3 മെത്തേഡുകളാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ വാരിയസ് ആയിട്ടുള്ള പല ടൈപ്പിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ് റിമൈനിങ് വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഈ റിമൈനിങ് വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എ ഒരു ജോലി ഇത്ര ദിവസത്തിൽ ചെയ്തു, ബി ഒരു ജോലി ഇത്ര ദിവസത്തിൽ ചെയ്തു, അവരൊരുമിച്ച് എത്ര ദിവസത്തിൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നില്ലേ ഈ ഒരു പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് എ 10 ദിവസം ജോലി ചെയ്തു, പിന്നെ ബി ഒരു 5 ദിവസം ജോലി ചെയ്തിട്ട് ജോലി ഉപേക്ഷിച്ച് പോവുകയാണ് എങ്കിൽ ആ വർക്ക് പൂർത്തിയാക്കാൻ എക്ക് എത്ര ദിവസം എടുക്കും? അതായത് ബി 5 ദിവസം ജോലി ചെയ്തിട്ട് അവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവിടെ ഒരു റിമൈനിങ് വർക്കില്ലേ. അപ്പോൾ ആ റിമൈനിങ് വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾക്ക് പഠിക്കണം. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യണം. അത് നമ്മൾ അടുത്തൊരു പാർട്ടിൽ നമ്മൾ ആ ഒരു റിമൈനിങ് വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട് LCM മെത്തേഡ് വെച്ച് തന്നെ നമ്മൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, താങ്ക് യു.